എനിക്ക് തോന്നുന്നു ഒരാൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത സകല അനുഭവങ്ങളുടെയും കൂട്ടുപിടിച്ചുകൊണ്ട് വേണം പൗലോ കൊയ്ലോയുടെ പുസ്തകങ്ങൾ വായിക്കുവാനെന്ന്. ഈ പുസ്തകവും വ്യത്യസ്തമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ ആദ്യ വായനയിലുണ്ടായ ഒരു അനുഭവമോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ വീക്ഷണമോ ആകില്ലല്ലോ രണ്ടാമത്തെ വായനയിൽ. കാരണം നമ്മൾ നടന്ന് കയറിയ വഴികളും അത് തന്ന അനുഭവങ്ങളുമായിരിക്കുമല്ലോ പ്രധാനമായും അതിന് കാരണമാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അത്തരം അനുഭവങ്ങളോട് കിടപിടിക്കുവാൻ കെൽപ്പുള്ളതാണ് പൗലോ കൊയ്ലോയുടെ പുസ്തകങ്ങൾ എന്നാണ്. ഇത് എൻ്റെ ഒരു വിലയിരുത്തലാണ് കേട്ടോ. ഞാൻ ഷാലറ്റ് ജിമ്മി. എൻ്റെ കഥാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പറയുന്ന പലതും നമുക്ക് മനസ്സിലായില്ല എന്ന് വരാം. അതൊരു പക്ഷേ പൗലോയുടെ പുസ്തകങ്ങളുടെ അടുത്തെത്താൻ പറ്റുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ നമുക്കുണ്ടായിട്ടുണ്ടാകില്ല, ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകില്ല എന്നതുകൊണ്ടാകാം. ഇതിനോട് പലരും യോജിക്കില്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഞാൻ തർക്കിക്കാൻ വരുന്നില്ല. ഇതെൻ്റെ ഒരു വിലയിരുത്തലായി കണ്ടാൽ മതി. പൗലോയുടെ പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം എനിക്ക് തോന്നിയൊരു കാര്യമാണെന്ന് മാത്രം. ഇതെൻ്റെ മാത്രമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. ഇനി കഥയിലേക്ക് കടക്കാം. ലിൻഡ എന്ന കഥാപാത്രത്തിൻ്റെ ആത്മകഥമാണ് ഈ പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. ചില കഥാപാത്രങ്ങൾ വല്ലപ്പോഴും തല കാണിച്ചു പോകുന്നുണ്ട്, എന്നാൽ അവർ കഥയിൽ പ്രസക്തരുമാണ്. ഇവിടെ ലിൻഡ എന്ന 30 കഴിഞ്ഞ ഒരു സ്ത്രീയുടെ വികാര വിചാരങ്ങൾ ഒരു ഒളിവും മറയുമില്ലാതെ പൗലോ കൊയ്ലോ വരച്ചു കാട്ടുന്നുണ്ട്. എനിക്ക് ആദ്യം മനസ്സിലായത് അത്തരം ചിന്തകളിൽ തെറ്റുകളും ശരികളും ഇല്ല എന്നുള്ളതാണ്. അതായത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുമ്പോൾ അവിടെ ഒരു ഒളിവും മറയുടെയും ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ഒളിവും മറയും നമ്മളോട് തന്നെ വെക്കുന്ന സമയത്താണ് പലപ്പോഴും നമുക്ക് നമ്മളോട് ആത്മാർത്ഥത പുലർത്താൻ കഴിയാതെ പോകുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ലിൻഡയുടെ കഥ വായിക്കുന്നവർ സമൂഹം, പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹം അപ്ഹെൽഡ് ചെയ്തിരിക്കുന്ന മൊറാലിറ്റി കോൺസെപ്റ്റ് വെച്ച് ഈ പുസ്തകം അനലൈസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ പുസ്തകത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ കിട്ടാൻ സാധ്യതയില്ല. നിങ്ങൾ ഊഹിച്ചത് തന്നെ. കാരണം ഈ കഥയിലെ പ്രമേയം എഡൾട്ടറി അഥവാ അവിഹിതമാണ്. എന്നാൽ കഥ വായിക്കും തോറും എൻ്റെ ഒരു സംശയം, പൗലോ കൊയ്ലോ എഡൾട്ടറി എന്ന പ്രമേയത്തിൽ ഊന്നിക്കൊണ്ട് മാത്രമാണോ ഈ കഥ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ്. ഒരു സിമ്പിൾ മാത്രമല്ലേ ഈ എഡൾട്ടറി എന്നുള്ളത്? അതിലൂടെ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നില്ലേ എന്ന്. കാരണം ഈ പുസ്തകത്തിൻ്റെ ബ്ലേബിൽ ഒരു കാര്യം പറയുന്നുണ്ട്, സംടൈംസ് യു ഹാവ് ടു ലൂസ് യുവർ സെൽഫ് ടു ഫൈൻഡ് യുവർ സെൽഫ് എന്ന്. എനിക്ക് ഈ കഥ വായിച്ചിട്ട് മനസ്സിലായ ഒരൊറ്റ പോയിന്റിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനർത്ഥം എനിക്ക് മനസ്സിലാകാതെ പോയ പല കാര്യങ്ങളും ഇതിലുണ്ട് എന്നുള്ളതാണ്. ലവ് ആൻഡ് ഫിയർ, അതായത് സ്നേഹം, ഭയം എന്നീ 2 വികാരങ്ങൾക്ക് മുൻതൂക്കം എഴുത്തുകാരൻ കൊടുത്തിരിക്കുന്നതായാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ 2 വികാരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സമ്പന്നതയിലും സുഖലോലുപതയിലും മുങ്ങിക്കിടക്കുന്ന മനോഹരമായ സ്വിറ്റ്സർലൻഡ് എന്നൊരു രാജ്യം. പല അന്താരാഷ്ട്ര കാര്യങ്ങൾക്കുമായി പല രാജ്യത്തിൻ്റെയും പ്രതിനിധികൾ വന്നെത്തുന്ന സ്ഥലം. ഇനിയുമുണ്ട് പല വിശേഷണങ്ങൾ ഈ രാജ്യത്തിന്. അങ്ങനെയുള്ള ഈ രാജ്യത്തെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ പത്രപ്രവർത്തകയായി ജോലി ചെയ്തു വരികയാണ് ഈ കഥയിലെ ലിൻഡ എന്ന നായിക കഥാപാത്രം. അവർ വിവാഹിതയാണ്. അവരുടെ ഭർത്താവ് അത്യാവശ്യത്തിൽ കൂടുതൽ സമ്പത്തുള്ളവനും അതിനുപരിയായി ലിൻഡയെ അതിരറ്റ് സ്നേഹിക്കുന്ന ഒരാളും. 2 മക്കൾ, അല്ലലില്ലാത്ത ജീവിതം. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ലിൻഡയ്ക്ക് തോന്നുന്നു തൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ലെന്ന്. ലിൻഡയ്ക്ക് വല്ലാത്തൊരു ശൂന്യത, ഒരു എംപ്റ്റിനെസ് അനുഭവപ്പെടുന്നു. എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്ന് വിളിക്കാവോ ഇതിനെ? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇലക്ഷൻ്റെ ഭാഗമായി ലിൻഡ ഒരു പൊളിറ്റീഷ്യൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നു. ജേക്കബ് എന്നാണ് അയാളുടെ പേര്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ലിൻഡയും ജേക്കബും പഠനകാലത്ത് കാമുകന്മാരായിരുന്നു. ആ ഇൻ്റർവ്യൂ അവരുടെ പഴയകാല റൊമാൻസിനെ റീകിൻഡിൽ ചെയ്യുന്നു. ജേക്കബും വിവാഹിതനായിരുന്നു. ബോർഡം കൊണ്ട് വീർപ്പ് മുട്ടിയിരുന്ന ലിൻഡയുടെ ജീവിതത്തിൽ അത് വല്ലാത്തൊരു മാറ്റം കൊണ്ടുവരുന്നു. Until one day the emptiness comes back.
ഈ അവിഹിത പ്രണയത്തെ തുടർന്ന് ലിൻഡ ചെയ്യുന്ന പലതും ഒരു വീണ്ടു വിചാരമില്ലാത്തവയായിരുന്നു. ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും. തിരിച്ചു വന്ന ശൂന്യത മുൻപത്തേക്കാൾ മാരകമായിരുന്നു. അതിനിടയിൽ അവർക്ക് ജേക്കബിനോട് പ്രണയവും തോന്നുന്നു. ജീവിതത്തിൽ അവർ അനുഭവിച്ചിരുന്ന ആ മടുപ്പിൽ നിന്നും രക്ഷ തേടിയെത്തിയതായിരുന്നു അവർ ആ അവിഹിതത്തിൽ. അവർക്കപ്പോഴും തൻ്റെ ഭർത്താവിനോട് അതിരുകവിഞ്ഞ സ്നേഹവും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ ആദ്യം അനുഭവിച്ചിരുന്ന ശൂന്യതയിൽ നിന്നും അതിനേക്കാൾ ഭീകരമായ ശൂന്യതയിൽ എത്തിച്ചേർന്നൊരവസ്ഥ. ബട്ട് സംടൈംസ് യു ഹാവ് ടു ലൂസ് യുവർ സെൽഫ് ടു ഫൈൻഡ് യുവർ സെൽഫ്. അത്തരം അവ്യക്തതയിൽ നിന്നും വ്യക്തതയിലേക്കുള്ള അവരുടെ തിരിച്ചുവരവാണ് അഡൾട്ടറി എന്ന ഈ നോവൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രശസ്ത സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റായ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റായ മായ ആഞ്ചലു പറയുന്നുണ്ട്, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേർച്യു കറേജ് അഥവാ ധൈര്യമാണെന്ന്. അതുതന്നെയാണ് മറ്റൊരു തരത്തിൽ പൗലോ കൊയ്ലോ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിത സാഹചര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളെ നഷ്ടപ്പെടുത്തിയേക്കാം, എന്നാൽ ധൈര്യമാണ് നിങ്ങളെ തിരിച്ച് പിടിക്കാൻ സഹായിക്കുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും വലിയ വേർച്യുവായ സ്നേഹവും നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പൗലോ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച്, അഡൾട്ടറി എന്ന ഈ പുസ്തകത്തെ കുറിച്ച് എഴുതി തുടങ്ങുന്ന സമയത്ത് ഈ പുസ്തകം മുഴുവനായും വായിച്ചു കഴിഞ്ഞിരുന്നില്ല കേട്ടോ. മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്ന കാര്യങ്ങൾ കുറിച്ചിടുന്നതിനാണ് അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ചിലപ്പോഴൊക്കെ അത്തരത്തിലുള്ള എഴുത്തുകൾ അവ്യക്തതയിൽ നിന്നും വ്യക്തതയിലേക്ക് നയിക്കുന്ന സന്ദർഭങ്ങൾ എനിക്ക് പലതവണ ഉണ്ടായിട്ടുണ്ട്. ഇതും ഒരു പക്ഷേ അങ്ങനെയാണെങ്കിലോ എന്ന ചിന്തയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ പറഞ്ഞതുപോലെ അഡൾട്ടറി എന്ന വാക്കിൽ പൊതിഞ്ഞുകൊണ്ട് പൗലോ കൊയ്ലോ പറയാൻ ഉദ്ദേശിച്ചത് ജീവിതത്തോടുള്ള അമിതമായ സ്നേഹത്തെക്കുറിച്ചാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും അവിഹിതവും തമ്മിൽ എന്തു ബന്ധമാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പല മനുഷ്യരുടെയും സാഹചര്യങ്ങൾ പലതാണ്. ആ സാഹചര്യങ്ങളാണ് അവരെ പലതിലും കൊണ്ടെത്തിക്കുന്നത്. പക്ഷേ അവിടെ നിന്നും തിരിച്ച് കയറുന്നതിലാണ് ജീവിതം ഇരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം തിങ്ങി നിറഞ്ഞിരിക്കണം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ലിറ്ററൽ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കാം. പക്ഷേ എന്താണ് സ്നേഹം എന്നതുകൊണ്ട് ശരിക്കും അർത്ഥമാക്കുന്നത്, അതാണ് മിസ്റ്ററി. പൗലോ കൊയ്ലോയുടെ ഞാൻ ഇതുവരെ വായിച്ച പുസ്തകങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന പ്രധാന തീം എന്ന് തന്നെ പറയാം. അതിതാണ് സ്നേഹം. ഈ പദം, അതായത് സ്നേഹം എന്ന ഈ പദം വിപുലീകരിച്ച് അർത്ഥം പറയാൻ എനിക്കിപ്പോഴും അറിയില്ല എന്നുള്ളതാണ് സത്യം. പൗലോ കൊയ്ലോ പുസ്തകങ്ങളിലൂടെ ഞാൻ അന്വേഷിക്കുന്നതും ഇതുതന്നെയാണ്. എനിക്ക് ഈ പുസ്തകം വായിച്ച് എന്തൊക്കെയാണ് മനസ്സിലായതെന്നാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. അത് ഞാൻ ഉദ്ദേശിച്ച തരത്തിൽ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകുമോ എന്നെനിക്കറിയില്ല. എത്തിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.